ഹലോ ഗായ്സ്, വെൽക്കം ടു പാർട്ട് 2 വയനാട് വ്ളോഗ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കാണണേ. അപ്പോൾ നമ്മൾ പാർട്ട് 2-ൽ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു അടിപൊളി ഹോട്ടലിലേക്ക് കയറിക്കായിരുന്നു കേട്ടോ. ഹോട്ടലായിരുന്നു അടിപൊളി സെറ്റപ്പിൻ്റെ ഒരു ഹോട്ടലാണ് കേട്ടോ. ഹോട്ടലിൻ്റെ ബാക്കിലുള്ള മുന്നിൽ തന്നെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മസാല ദോശ ആയിരുന്നു. മസാല ദോശയിൽ 2 കറികളും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ചെറുതായിട്ട് മുഖഭാഗം ഒന്നൊക്കെ മാറിയിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഹോട്ടലിൽ. അതുകൊണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലെ മസാല ഒക്കെ ഉണ്ടാവുമല്ലോ, ആ മസാല കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി തോന്നി കേട്ടോ. നല്ല അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ. നല്ല ചൂട് മസാല ദോശയും ചൂട് വെള്ളവും നല്ല തണുത്ത വയനാട്ടിലെ കായലും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അതിൽ പുറത്തിട്ടൊരു, അതായത് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിട്ടൊരു അടിപൊളി വ്യൂ എന്ന് പറയുന്നത്. രാവിലത്തെ മോർണിംഗിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. ഈ ഒരു സീനറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു ചന്തമാണ് കാണാൻ. അത്രയ്ക്കും നല്ല ഭംഗിയുള്ള സീനറീസാണ് നമുക്ക് കാണുന്നത്, ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലേ. അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, സീനറി ആയിക്കോട്ടെ, ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുക കേട്ടോ. ഇതാണ് ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ട്. എന്താ പാർക്കിൻ്റെ പേരൊന്നും അറിഞ്ഞിട്ടില്ല, ഫുൾ പണി അവിടെ കഴിഞ്ഞിട്ടില്ല. ആ അഡ്വഞ്ചർ പാർക്കിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ ഹോട്ടൽ ഉള്ളത് കേട്ടോ. അപ്പം നമ്മളാണെങ്കിലോ അന്തം വിട്ട കുന്തം പോലെ നേരെ കാർക്ക് പോവാണ്. ആകെപ്പാടൊരു എന്തൊരു ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിലോ അവിടെ ഉപ്പും മുളകും കണ്ട്. പിന്നെ ഈ വയനാട്ടിൽ ഉപ്പും മുളകും കിട്ടുമെന്നൊന്നും എനിക്കറിഞ്ഞില്ല. പിന്നെ എന്തായാലും കാറിൽ കയറി കുത്തിരിക്കാനില്ല അല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പും മുളകും അങ്ങോട്ട് സെറ്റാക്കി. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ കുറച്ച് കൂടുകളും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പം ഞാനാണെങ്കിലോ വലിയ ഗമയിൽ പറയാൻ ഇങ്ങനത്തെ കൂടെ എനിക്കും വേണമെന്ന്. എന്നാലും വെറുതെ പറയാണ്. ഇവിടെ എന്തോ അതിൻ്റെ കട എന്തോ ആണെന്ന് തോന്നുന്നു. വലിയ ഗമയിൽ പോയി കാറിൻ്റെ പൊടി വലിച്ചപ്പോഴാണ് അയ്യടാ കാറിലോ അക്കടാ. കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ വിടുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ഇനിയാണ് നമ്മൾ ടൂർ ട്രിപ്പ് തുടങ്ങുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ രാവിലത്തെ ആ മഞ്ഞൊക്കെ ഒരു ഉച്ചയാകാൻ സമയത്ത് പോകുമെന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുഴയും അതൊക്കെ കാണുന്നിങ്ങനെ നമ്മൾ വേറെ കുറച്ച് സ്ഥലത്തേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു പെട്ടിപ്പീടിക കണ്ടിട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടണമൊക്കെ ആയിട്ട് കുറേ സാധനം ഉണ്ടായിരുന്നു. മാങ്ങ ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിക്കായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കുഴലും നമ്മുടെ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വൈകിപ്പിച്ചില്ല. പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. കുറച്ച് അധികം സ്ഥലത്തേക്ക് പോകാണ്ട്. പിന്നെ ഈ ചായപ്പൊടിത്തോട്ടങ്ങളാണല്ലോ, അതായത് ഈ ചായപ്പൊടിത്തോട്ടങ്ങളാണല്ലോ അധികം അവിടെ ഇല്ല. അതായത് ഈ ചായപ്പൊടീൻ്റെ ഇലത്തോട്ടങ്ങൾ അങ്ങനത്തെ അത് കാണുമ്പോൾ നല്ല ഭംഗിയില്ല, അടിപൊളി സീനറിയാണത്. അപ്പം നമ്മളിങ്ങനെ കാറിലിങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ നോക്കി അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ അറിഞ്ഞോ? അപ്പം അത് ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിയിരുന്നു. അതാ കുരങ്ങച്ചൻ തട്ടിക്കൊണ്ടുപോയി. പാവ കുരങ്ങച്ചൻ. മറ്റൊരു കുരങ്ങന്ന് വളർക്കണു. ആ കുരങ്ങച്ചൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, കൂടെ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി തിന്നുന്നുണ്ടായിരുന്നു ഐസ്ക്രീം. എന്തായാലും നേരെ വീടെടുക്കുന്ന അവനെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ കുരങ്ങച്ചൻ. അത് കാണുമ്പോൾ ഈ കാഴ്ച കണ്ട എല്ലാവരും നിന്ന് ചിരിക്കായിരുന്നു. ചെറു കുരങ്ങനാണെങ്കിലോ എന്താണെന്നും കൂടി അറിയാതെ. എന്തായാലും ഇളനീർ ഫ്ലേവറായിരുന്നു കേട്ടോ. എന്തോ കുരങ്ങച്ചന് നല്ല ഇഷ്ടമായിക്കണമെന്ന് തോന്നുന്നു. ഇരുന്ന് തിന്നുന്നുണ്ട്. വേഗം തിന്നോ. അങ്ങനെയായിരുന്നു കുരങ്ങച്ചൻ. പിന്നെ കുരങ്ങച്ചൻ മാത്രം മതിയില്ലല്ലോ, വേറെ കുറേ കുരങ്ങച്ചന്മാരുണ്ടടേ ഇവിടെ. കാണുന്നുണ്ടോയെന്നറിയില്ല. ഒന്ന് ആ മരത്തിൻ്റെ മണ്ടയിൽ കിടക്കുന്നുണ്ട്. എന്തായാലും ആ ഇടയിൽ കണ്ട കാഴ്ചയാണ് ഈ സാധനം.
ആ മരം. എന്തായാലും ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മളിവിടെ വന്നേക്കണേ എൻ്റെ ഊര് എന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ഇവിടെ നമുക്ക് ജീപ്പുണ്ട്, ജീപ്പിന് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ജീപ്പിലേക്ക് പോകാൻ. സത്യം പറഞ്ഞാൽ എന്താണ് കാണാനുള്ളതെന്ന് എനിക്കും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതങ്ങനെ ജീപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാർട്ട് മിസ് ചെയ്യാതെ കാണണം. കാരണം ഇതിൽ അടിപൊളിയായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. വയനാട്ടിലേക്കൊക്കെ പോകാൻ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് പോകണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ആദ്യം നമ്മളിങ്ങനെ വിചാരിക്കില്ലേ ഇവിടെ കുറേ കോളേജുകളും സെക്കൻഡറി കോളേജുകളും അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് നമുക്ക് വേറെ നമ്മളെ വണ്ടിയും കൊണ്ട് വരാൻ പറ്റില്ല, കാരണം ഈ ജീപ്പ് ഇവിടെ തരുന്നതാണ്. സത്യം പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി കാർഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്താ ഇത് കുറേ നേരമായിട്ട് നമ്മൾ പോവുകയാണല്ലോ, ഏകദേശം 2.5 കിലോമീറ്ററാണ് ജീപ്പില്ലെങ്കിൽ നമുക്ക് നടക്കാൻ കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാണാ